ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്റെ ഭഗവാനെ, എല്ലാരും കൂടെ എന്റെ അച്ഛനെയും അമ്മയും വിളിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൽനോസ്പേട്ട പോലീസ് സ്റ്റേഷനിലായി, സെൻട്രൽ ജയിലിലായി, എന്നെ തൂക്കിക്കൊന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ എന്റെ പഞ്ചിൽ കുത്തിരിക്കുന്നുണ്ട് ഗൈസ്. എന്റെ പഞ്ചില് വിശദ വിവരം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, ഒരു 8 മണിക്കുള്ളിൽ ചെയ്യാം. കാരണം ഞാനിപ്പം ഇവിടെ ഡിവൈഎസ്പിന്റെ ഹോസ്പിറ്റലിലും ഓഫീസിൽ വന്നിട്ടാണുള്ളത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ കൃത്യമായി, അയ്യോ പാവം എന്റെ മമ്മി, നിങ്ങൾ എന്റെ മമ്മീനെ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്, ഞാൻ ജയിലല്ല. അപ്പോ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Stay tuned. Cheers. ഞങ്ങൾ ആക്ച്വലി പെരുമ്പള സ്വദേശി ധന്യായ സാറിനെതിരെയാണ് കേസെടുത്തത്. വാഹന പരിശോധനയ്ക്കിടെ മനുഷ്യജീവൻ അപകടം ഉണ്ടാക്കും വിധം പ്രതി വാഹനവുമായി കടന്നു കളഞ്ഞുവെന്നാണ് കേസ്. അരുൺ കുപ്പർബ വിവരണം. വെള്ളം അടിച്ചു വണ്ടി ഓടിച്ചു ഹെലനോസ് പാട്ട പിടിയിൽ. പോലീസ് കൈ കാണിച്ച് വാഹനം നിർത്തിയില്ല. യൂട്യൂബർ SR ധന്യ കസ്റ്റഡിയിൽ. ധന്യ എന്നാണ് പുള്ളിക്കാരുടെ യഥാർത്ഥ പേരും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഹെലന്റെ ഈ അടുത്ത സമയത്ത് ഹെലനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്തതാണ് കുറച്ച് ആൾക്കാരെല്ലാം കൂടെ, സോപ്പിന്റെ പരസ്യത്തിനെ കുറിച്ചും. ഓക്കെ ഗൈസ്, നമുക്ക് വീട്ടിലോട്ട് പോകുമ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ് ചെയ്തേക്കാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്ന് ലൈക്കും ഹൈപ്പും കൂടെ കൊടുത്തു, പരമാവധി ഷെയറും കൂടെ ചെയ്തു. ഓക്കെ, തന്നെ ഞാൻ യൂട്യൂബിൽ കൂടെ ഉള്ള പരിചയം മാത്രമേ ഉള്ളൂ, അല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും. ചില കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ മുക്കും മൂലയൊക്കെ മാത്രം വന്നിട്ട് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ജാസ്മിൻ്റെ കേസ് കേട്ടാണെങ്കിലും ആരോടെങ്കിലും വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വന്ന് പറയും. അങ്ങനെ ഓരോ കോൺട്രവേഴ്സി വരുന്ന സമയത്തൊക്കെ ഓരോ വ്യക്തിയോടൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ട് മുക്കും മൂലയൊക്കെ പറഞ്ഞ് ചെങ്ങ കാച്ച്. അതാണ് പുള്ളിയുടെ ഒരു രീതി. ഓക്കെ, അങ്ങനെ പല കേസ് കേട്ടിലും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ഒരു 1-2 വർഷം. അതിനുശേഷം എനിക്ക് തോന്നുന്നു ആ സോപ്പിൻ്റെ കേസ് കേട്ടിലാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഇപ്പം തന്നെ പുള്ളിക്കാരി വെള്ളം അടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വരുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ. പുള്ളിയെ വിട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിറ്റിയോ കാര്യങ്ങൾ അടച്ചിട്ട് വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളം അടിക്കുന്ന ഇത്ര വലിയ കുറ്റമാണെന്ന് ചോദിച്ചാൽ എല്ലാവരും മിക്കവരും കഴിക്കുന്നതാണ്, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിൽ പോലും. ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റോഡുകളിലൊക്കെ പോകുമ്പോൾ പരമാവധി പെരുക്കെ പോകണം. ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നത്തെ കാര്യം രാത്രി ആരും കാണത്തില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ സ്പീഡിൽ പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന പരമാവധി നല്ലതായിരിക്കും. തന്നെ ഇത് കാണുവാണെങ്കിൽ തന്നെയോടും കൂടെ ഞാൻ ഈ പറയുന്നത്, പരമാവധി സ്പീഡൊക്കെ കുറച്ച് പോകാൻ നോക്കുക. ഒന്നാമത് കേരളത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഇപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കട്ടറും കിട്ടറൊക്കെയാണ്, നല്ല വളി കിട്ടും. പോരാത്തിന് വെള്ളം കൂടെ ആകുമ്പോൾ പനി പാലും വളർത്തി കിട്ടുകയൊക്കെ ചെയ്യും. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. കാരണം നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ നമ്മളും കൂടെ കുറച്ചൊക്കെ ക്ലീൻ ആയിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങളിൽ അത്രയും ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും നമുക്ക് ബാക്കി കൂടെ വെക്കാം. അരുൺ നൽകുന്ന ഈ വാർത്തയിലേക്ക് ഞാൻ വരുന്നത്, മനുഷ്യൻ ജീവന് എത്രത്തോളം മറ്റൊരാൾ വില കൊടുത്തു എന്ന വാർത്തയിൽ നിന്നാണ്. അത് എത്രത്തോളം ആശ്വാസത്തോടെയാണ് നമ്മൾ പറഞ്ഞത് എന്നതിനിടയിലാണ് ഒരു യൂട്യൂബർക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത. ധന്യായ സാറിനെതിരെയാണ് ഇപ്പോൾ കേസ്. ഹെലൻ വന്നിട്ട് ഹെലന്റെ കൂടെ കാര്യങ്ങൾ പറയട്ടെ. കാരണം ന്യൂസിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിച്ച് തിരിച്ച് ഇച്ചിരി അറിയാലോ, ആൾക്കാരെ ഭീതി വരുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർ പറയുന്ന ചില ന്യൂസുകൾ, അതിന്റെ കാര്യം അന്വേഷിച്ച് പോകുമ്പോൾ ഇതിനേക്കാളും എന്താ കുഞ്ഞു കാര്യമായിരിക്കും അത് ഊത്തിപ്പെരിപ്പിച്ച്. പ്രത്യേകിച്ച് ഹെലൻ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പം ഇൻസ്റ്റ 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. യൂട്യൂബിൽ 2-3 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് ഇച്ചിരി എരിവും പുളിയൊക്കെ കയറ്റി വിടുമ്പോൾ ആൾക്കാർക്ക് നല്ല ഇതായിരിക്കും. പുള്ളിക്കാരി സ്ട്രോങ് ആയിട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തമായിട്ട് അന്വേഷിക്കാതെ എന്തോ ആർക്കോ വേണ്ടി വന്നതായിട്ട് ചെയ്യുന്ന ആ ഒരു കുറവ് നല്ല രീതിയുണ്ട്. അല്ലാതെ പുള്ളി ഇത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും ധൈര്യത്തോടെ സംസാരിക്കാനും വേറെ എനിക്ക് തോന്നുന്നില്ല യൂട്യൂബ് ഫീൽഡിൽ ഉള്ള കാര്യം പറയാമല്ലോ. ഈ ഇപ്പോഴത്തെ യൂത്ത് അല്ല, പിന്നെ താത്തയൊക്കെ ഉണ്ട്, നമ്മുടെ ഷഫീന ബീബിയൊക്കെ സംസാരിക്കും. പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കുന്നില്ല, ഞാൻ കൂടുതൽ അത് പോട്ടെ. പക്ഷെ പുള്ളിക്കാരി വന്നിട്ടെല്ലാം പറയുമ്പോഴും അതിന്റെ സത്യാവസ്ഥ തിരക്കിയിട്ടല്ല എന്ന് മാത്രമേ ഉള്ളൂ. ധൈര്യമൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് ഭാഗ്യം കൂടെ വെക്കാം. എന്നാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ പെൺകുട്ടി അറിയപ്പെടുകയും ചെയ്യുന്നത്. ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കുകയായിരുന്നു. ഒരിടപ്പാണ് കൃത്യമായി നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനും കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും മദ്യപിച്ച് വാഹനം ഓടിച്ചു, അപകടകരമാകും തരത്തിൽ വാഹനം കൊണ്ട് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് കേസ്. എപ്പോഴാണ് ഈ സംഭവം? ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസ് രാത്രി വാഹന പരിശോധന നടത്തുകയായിരുന്നു. അതിനിടെ ഈ ദേശീയപാതയിൽ അണങ്കൂർ എന്ന സ്ഥലത്ത് അവിടെ നോ പാർക്കിംഗ് മേഖലയിൽ ഈ കാറ് നിർത്തിയിട്ടത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് പോലീസ് സംഘം ഈ വാഹനത്തിന്റെ അടുത്തേക്ക് പോയത്. പോലീസിനെ കണ്ട ഉടൻ തന്നെ ഈ ധന്യ വാഹനം എടുത്ത് സ്പീഡിൽ ഓടിച്ചു പോവുകയായിരുന്നു. പിന്നീട് പിന്തുടർന്നാണ് പുലർച്ചെ 2 മണിയോടെ പോലീസ് ഈ വാഹനം. ഈ ധന്യയുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? നമുക്കറിയത്തില്ല. ന്യൂസ് ഇപ്പോൾ വന്നിട്ടുള്ളത് തന്നെ വന്ന് ഹെലൻ വന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും. സാധാരണ ഹെലനാണ് കാർ ഓടിക്കുന്നത്, ഹസ്ബൻഡ് അതൊന്ന് കൂടി ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും അവൾ ഒറ്റയ്ക്ക് രാത്രി എന്തായാലും 2 മണിക്ക് സമയത്തൊന്നും ഒറ്റയ്ക്കാവാൻ ചാൻസ് കുറവാണ്. എന്തായാലും ഹസ്ബൻഡ് വല്ലതും കൂടെ കാണുമായിരിക്കും. പിന്നെ ഈ ന്യൂസിൽ വരുന്നതോടെ എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, പിന്നെ പോലീസും അതുപോലെ തന്നെ നിർത്തിയിട്ട വാഹനത്തിൽ ചെന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ പോലീസ് ചേസ് ചെയ്യുന്നു. ഇപ്പോൾ പോലീസുകാർ നല്ല സ്പീഡിലായിരിക്കും പോകുന്നത്. ചേസുകളെയൊക്കെ കൊള്ളാം, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയായിരുന്നാൽ മാത്രം മതി. ഓക്കെ, ബാക്കി കൂടെ കേൾക്കാം. 2 ന്യൂസ് ഞാൻ വെച്ചുതരാവേ. രണ്ടിലും പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്.
ഓക്കെ, രണ്ടിലും പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങോട്ട് വിശദമാവും. എന്ന് വ്യക്തമായി അതേ തുടർന്നാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. അപകടകരം വരുന്ന രീതിയിലാണ് വാഹനം ഓടിച്ചത്. അതായത് പോലീസിനെ കണ്ട ഉടൻ തന്നെ പെട്ടെന്ന് വളരെ സ്പീഡിൽ വാഹനം ഓടിച്ച് പോവുകയായിരുന്നു. പിന്നീട് പോലീസിന് ചേസ് ചെയ്ത് പിടിക്കേണ്ടി വന്നു. എന്തായാലും മദ്യപിച്ച് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചതിനെതിരെയാണ് ഇപ്പോൾ ധന്യ സാറിനെതിരെ, അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഹെലനോ സ്പാട്ട എന്ന പേരിലാണ് ധന്യ സജീവമായി അറിയപ്പെട്ടിരുന്നത്. എന്തായാലും ധന്യക്കെതിരെ ഇപ്പോൾ കുമ്പള പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിനാണ് ഇപ്പോൾ യൂട്യൂബർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മനുഷ്യജീവന് അപകടകരമാം വിധം വാഹനം അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് പോലീസിൽ നിന്ന് വെട്ടിച്ചു കടന്നു കളഞ്ഞു എന്നത് കൂടിയാണ്. ഇനി വിട്ടിച്ച് കടന്നു കളഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ന്യൂസ് വെക്കാവേ. ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിട്ടുണ്ട്. ഒരു വനിതാ ഇൻഫ്ലുവൻസർ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്താണ് അതിന്റെ വിവരം? അത് തന്നെയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലനോ സ്പാട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസർ ആണ്. അണങ്കൂരിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66-ൽ റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പിന്നീട് പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇൻഫ്ലുവൻസർ ഈ ധന്യ ഈ വാഹനം ഓടിച്ചത് മദ്യപിച്ചു കൊണ്ടാണെന്നുള്ള പരിശോധനയിൽ 86 കാണിച്ചു എന്ന് ഈ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്. ഫൈൻ ഈടാക്കിയതിനു ശേഷം വിട്ടു നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഇൻസ്പെക്ടറുമായി നമ്മൾ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ എന്തൊരു തൊര. അത് പിന്നെ അങ്ങനെയാണല്ലോ, ന്യൂസുകാരാണെങ്കിലും ഇപ്പൊ നമ്മളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, എന്തായാലും പോലീസുകാർക്ക് ഒരു പ്രത്യേക നന്ദി. എന്തായാലും ഹെലൻ വന്നിട്ട് എക്സ്പ്ലനേഷൻ തരുമായിരിക്കും എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള രീതിയിലും കാര്യങ്ങളൊക്കെ. ഹെലൻ എന്തായാലും പറയാതിരിക്കത്തില്ല. കഴിച്ചിട്ടുണ്ട്, കഴിക്കുന്ന അത്ര വലിയ തെറ്റും കാര്യങ്ങളൊന്നും അല്ല. ഇപ്പൊ പെണ്ണാണെങ്കിലും ആണുങ്ങളാണെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ റോഡിൽ ഈ സ്പീഡിൽ പോകുന്ന പരിപാടികളും കാര്യങ്ങളും നിൽക്കുക, പോലീസിനെ കാണുമ്പോൾ ഓടാതിരിക്കുക. കഴിച്ച് സാറേ അത്രേ ഉള്ളൂ, പോയി പെട്ടിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അങ്ങ് തിരിച്ചു വരാതായിരിക്കും കുറച്ച് നല്ലത്. അല്ലാതെ വണ്ടിയുടെ പുറകിന് ചേസ് ചെയ്ത പരിപാടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വല്ല ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ അത് തീർന്ന് അവസ്ഥ, ജീവിതം പോയി. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതുകൊണ്ട് അവിടെ നിന്നുള്ള പെട്ടിയൊക്കെ അടിച്ച് തിരിച്ചു വരിക, ആരാണെങ്കിലും ശരി, അത്രേ ഉള്ളൂ. ഇപ്പം വെള്ളമൊക്കെ അടിക്കുന്ന വലിയ ആനക്കാര്യമായിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാവരും ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെ, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ശരി. കേരളത്തിൽ മദ്യം വിൽക്കുന്ന ആരാ? ഇവിടുത്തെ ഗവൺമെന്റാണ്. അത് മോന്തി കുടിച്ച് വണ്ടി ഓടിച്ച് എൻ്റെ പൊന്നോ. എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് അറിയില്ല, മറ്റെന്തെങ്കിലും തിരക്കുകളുണ്ടായിരിക്കും അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നില്ല. പക്ഷേ FIR വിവരങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത് തന്നെയാണ്, വാഹനം റോഡിന് നടുവിൽ നിർത്തിയിട്ടുള്ളത്. അത് ഗുരുതരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ 66-ൽ അതും പുലർച്ചെ സമയത്ത് ഈ 2 മണിയോട് കൂടിയാണ് ഈ വാഹനം പിടികൂടുന്നത്. അതിന് മുമ്പ് ആണ് ഇത്തരത്തിൽ ഈ ഏകദേശം 12 മണിക്ക് മുമ്പായിരിക്കണം ഇത്തരത്തിൽ വാഹനം ഈ നാഷണൽ ഹൈവേ 66-ൽ നിർത്തിയിരുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്, ഫൈൻ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രജനി, ശരി, 2 വാർത്തകളുടെ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ ഫൈസൽ. ഓക്കെ, അപ്പോൾ ഹെലൻ്റെ പിന്നെ വേറെ ഒരു വീഡിയോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചുതരാം നിങ്ങൾക്ക്. അതിവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ടൊരു വീഡിയോ വരുന്നുണ്ട്. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചുതരാം. ഈ ഒരു വീഡിയോ ഒരു കവറിന്റെ വിഷയമാണേ. ഞങ്ങൾ ആക്ച്വലി ട്രെൻഡ്സ് പിന്നെ ഏകദേശം 14,000 ബേർത്ത് വരുന്ന 14,000-15,000-ലധികം ബേർത്ത് വരുന്ന പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മളവിടെ ക്യാരി ബാഗിന് 12 റുപ്പീസ് കൊടുക്കണം. ഓക്കെ, ഇത്രയും പൈസേന്റെ സാധനവും വാങ്ങിയിട്ട് ഒരു ക്യാരി ബാഗിന് നമ്മൾ 12 റുപ്പീസ് കൊടുക്കണം. ആ 12 റുപ്പീസിന് 2 ബാഗിൽ നമ്മൾ അത്രയും സാധനം വാങ്ങിയിട്ട് 2 ബാഗാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ മഴക്കാലത്ത് നിങ്ങൾ ഇതുപോലെ കീറി പണ്ടാറടങ്ങിയ ബാഗ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടില്ല. നമ്മൾ വീട്ടിൽ ഇറങ്ങണത്രേ. കീറി പണ്ടാറടങ്ങുന്ന ഇങ്ങനെയുള്ള ബാഗിന് 12 രൂപയും വാങ്ങിയിട്ട് നിങ്ങൾ എന്താ അടിസ്ഥാനമാണ് ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള ബാഗ് തരുന്നത്? നമ്മളിപ്പോ കാറിൽ വരുന്നു, ഓക്കെ, പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങളുടെ സാധനം വാങ്ങിയിട്ട് ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഒന്നെങ്കിൽ നിങ്ങൾ ഈ 12 രൂപ എന്തായാലും നിങ്ങൾ വാങ്ങുന്നുണ്ട്. ഇനി നിങ്ങൾ എത്ര പൈസ സാധനം വാങ്ങിയാലും പിന്നെ ഈ 12 രൂപയുടെ ക്യാരി ബാഗ്, ഈ പേപ്പറിന്റെ ബാഗ് നിങ്ങൾ വാങ്ങുന്നുണ്ട്. ഒന്നും തുണിയുടെ ബാഗ് കൊടുത്തൂടെ നിങ്ങൾക്ക്? ഇത് എന്തൊരു ഇതാണിത്? പിന്നെയും പ്രശ്നമുണ്ട്. ഇത് കൊടുക്കുന്നുണ്ട്. ഇതെന്തെന്നത് നാടകനാവുന്നില്ല നിങ്ങൾക്ക്? വെരി ബാഡ്. പിന്നെ അല്ല, ഓക്കെ, ഇതിട്ടിട്ട് പോയാൽ തന്നെ പിന്നെ നമ്മളിപ്പോൾ ന്യൂസിലാണ് കേൾക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിന് എന്തെങ്കിലും തന്നെക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ തന്നെ വന്നിട്ട് പറയുക. ചേട്ടാ കറക്റ്റ് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കുടിച്ചെന്ന് പറയണം. ഞാൻ കുടിച്ചില്ല, ഞാൻ അങ്ങനെയാണെന്ന് വല്ലതും പറയുവാണെങ്കിൽ ആൾക്കാർ തൂക്കും, റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തൂക്കും. നമ്മുടെ സീക്രട്ട് ഏജന്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് വിളിച്ചാലാണെങ്കിലും നമുക്ക് അന്വേഷിക്കാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. ഓക്കെ, എന്തായാലും ഉള്ള കാര്യം ഉള്ള പോലെ ധൈര്യമായിട്ടൊക്കെ പറയണം. അത്ര വലിയ തെറ്റൊന്നുമില്ല കുടിക്കുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം, യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ
ചെയ്യുമ്പോൾ ഉള്ള കാര്യം ഉള്ള പോലെ പറയണം. അത് പണ്ടേ ഉള്ള ശീല മുക്കും മൂലയൊക്കെ വന്നിട്ട് ഏതോ ഹോസ്പിറ്റലിൽ ഏതോ അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ നിർത്തി കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു കാര്യത്തിൽ ഞാൻ കൂടുതലായിട്ടൊന്നും ഇവരൊന്നും പറയാനൊന്നുമില്ല. അത് മാത്രമല്ല, സ്പീഡ് കുറച്ച് പോകണേ, പോലീസിനെ കണ്ട് അതിനെല്ലാം പേടിച്ച് പോവുക, ചേസ് ചെയ്യുക, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വെപ്രാളം കാണിക്കുമ്പോൾ വല്ല പട്ടിയോ പൂച്ചയോ, അതും ജീവനാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനോ, ആലോചിക്കുക. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബൈ, ലവ് യു ഓൾ ഗൈസ്.